ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ രാജനും പൊന്നമ്മയും വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് 40 വർഷം തികയുകയാണ്. അവരുടെ വിവാഹത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ദുബൈയിലായിരുന്നുകൊണ്ട് പോവുകയും സംബന്ധിക്കുവാനൊക്കെ അന്ന് സാധിക്കാതെയിരുന്നു. ദൈവകൃപയാൽ ദൈവം അവരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. 3 മക്കളെയും 3 കൊച്ചു മക്കളെയും ദൈവം ദാനം ചെയ്തു. ദൈവകൃപയിൽ വളർത്തുക എന്നുള്ളത് അത് എത്രയോ ദൈവമക്കളെ സംബന്ധിച്ചും അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. 3 പേരിൽ 2 പേര് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഗ്ലോറിയായും ആ നിലയിലുള്ള കാഴ്ചപ്പാടിലാണ് എന്ന് അറിയുവാൻ തക്കൊണ്ട് സാധിച്ചു. മക്കൾ ദൈവ വഴിയിൽ നടക്കുന്നു എന്നുള്ളതും ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്നു എന്നുള്ളതും വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. ആ അനുഗ്രഹിക്കപ്പെട്ട അനുഭവം നിങ്ങൾക്ക് ഉണ്ടായതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. വരുന്ന ദിവസങ്ങളിൽ ദൈവം വേണ്ടുന്ന എല്ലാ സൗഖ്യ നന്മകളും അനുഗ്രഹങ്ങളും തന്ന് നിങ്ങളെ നടത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു അനുഗ്രഹ വാക്കുകൾ ദൈവവചനത്തിൽ നിന്നും വായിക്കുവാൻ തക്ക ആഗ്രഹിക്കുന്ന സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 24, 25, 26 വാക്യങ്ങൾ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപ ഉള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. വാസ്തവമാകട്ടെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. Happy wedding anniversary. God bless you. Hi everyone. What a great joy it is to celebrate God's faithfulness on the 40th wedding anniversary of my loving brother Rajan and his dear wife Pannamma. I am the most blessed person to have such a wonderful brother in our Manilkattil Sharon House family. Among our siblings, he has been very honest and a well-disciplined man of God. I am glad that God has blessed him with a helper suitable for him. I remember way back when Pannamma stepped her right leg to Sharon House just after their marriage. She was a very slim, beautiful girl. But it is unfortunate that after some time she put on so much of weight. I think it may be because she has been having lots of KFC fried chicken and Chocobar ice creams. രാജനെയും ഇതിൽ നിന്ന് ഒന്നും ഒഴിച്ചു നിർത്തുവാൻ പറ്റില്ല. Even though Rajan says he doesn't like to have all these, when these eatables serve in front of him, he will grab it immediately without delay. And he will not mind to ask for a second serving also. Anyway, I don't want to go very deep into these things. Beloved, an anniversary is a celebration of togetherness and love. 40 years ago, God joined 2 wonderful people in a beautiful partnership. Let us thank the Lord God Almighty for the years of their love and commitment with one another. I am also glad that God has blessed them with the God-fearing children. Therefore, on this special day, we
congratulate you and wish you God's best for many years to come. With lots of love and praise. Thank you. ഹലോ, ഹായ് ഓമനെ. ഇനി നീ അറിഞ്ഞോ, ഇന്ന് പൊന്നമ്മയുടെ 40th വെഡിങ് ആനിവേഴ്സറിയാ. പൊന്നമ്മയുണ്ടോ? ആ രാജന്റെ. എന്നാ പോട്ടെ, രണ്ടുപേരുടെയും 40th വെഡിങ് ആനിവേഴ്സറിയാ. 40 years of togetherness. Wow, so excited. We are all excited here. 40 years of God's faithfulness. 40 years of companionship. 40 years of falling in love, but with the same person. Yeah. Happy wedding anniversary. Happy dear. wedding anniversary. Dear 40th Rajan and wedding Ponnamma. anniversary. God bless you. God bless you. Bye. Take care. Bye. Take care. നാൽപ്പതാം വാർഷികം ആഘോഷിക്കുന്ന പൊന്നമ്മയ്ക്കും രാജനും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും ആശംസ നേർന്നു. Happy wedding anniversary, both of you. God bless you. രാജൻ ചായനെയും പൊന്നമ്മാമ്മയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാര്യത്തിലും കരുതുന്ന കാര്യത്തിലും അതുപോലെ മറ്റുള്ളവരെ സൽക്കരിക്കുന്ന കാര്യത്തിലും വളരെ സന്തോഷമുള്ളവരാണെന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ അവർ ശരിക്കും ഒരു മാതൃക ദമ്പതികൾ തന്നെയാണ്. അവരുടെ ഈ 40ാം വിവാഹ വാർഷിക വേളയിൽ സർവേശ്വരൻ സകല ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് അതായത് രാജൻചാൻ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൗദി അറേബ്യയിൽ അതായത് ഗൾഫിൽ പോയി. പിന്നെ അവിടെ നിന്ന് വരുന്ന സന്ദർഭത്തിലാണ് രാജൻചാന്റെ വിവാഹം എന്ന് പറയുന്നത്. അന്നേരം എനിക്ക് തോന്നുന്നു ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും വിവാഹമൊക്കെ കഴിഞ്ഞു. അതോ 10ാം ക്ലാസ് കഴിഞ്ഞില്ലയോ, ശരിയായിട്ട് ഓർക്കുന്നില്ല. വിവാഹമൊക്കെ കഴിഞ്ഞ് വാസ്തവത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകുമ്പോൾ എന്നെയും കൂട്ടിയാണ് പോകാറുള്ളത്. അതൊരു വലിയ സന്തോഷമായിരുന്നു. മാത്രമല്ല അതിനുശേഷം അങ്ങ് ഗൾഫിന് ഷാർജയ്ക്ക് പോയി. ഷാർജയ്ക്ക് പോയി തിരിച്ചു വന്നാലും വീട്ടിൽ വന്നാൽ ഉടനെ ഒരു ഡബിള്, നല്ല വെള്ള ഡബിള് എടുത്ത് ആണ് യാത്ര ചെയ്യുന്നത്. അന്നേരവും എന്നെ കൂട്ടും, എങ്ങോട്ട് പോയാലും എന്നെയും കൂട്ടുമായിരുന്നു. അതുപോലെ പൊന്നമ്മാമ്മ ഇവിടെ നിൽക്കുമ്പോഴാണെങ്കിലും എന്നെ കേട്ട് പോകണമെങ്കിൽ ഞാൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതൊക്കെ ഒരു നല്ല അനുഭവങ്ങളായിരുന്നു, സന്തോഷത്തിൻ്റെതായിട്ടുള്ള അനുഭവം. ഞാൻ ഓർക്കുന്നുണ്ട്, രാജാനിങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് പൂങ്കാവിലോട്ട് ചെന്ന് അവിടെ നിന്ന് ബസ്സിനെ വല്ലതും ആണല്ലോ നമുക്ക് പോകേണ്ടത്. അപ്പോഴേ നടന്ന് അങ്ങനെ പോകുമ്പോൾ രാജാൻ മുന്നിലങ്ങ് നടക്കും, പൊന്നമ്മ പുറകെ ഇങ്ങനെ നടന്നു പോകും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊരു വലിയ സന്തോഷമായിരുന്നു, ഒരു അനുഭവം. ഇപ്പോഴും രാജാൻ വന്നാൽ വാസ്തവത്തിൽ എന്നെ കൂട്ടിക്കൊണ്ടാണ് പലയിടങ്ങളിലും പോകുന്നത്. അതൊരു സന്തോഷമാണ്. ആ സന്തോഷവും സ്നേഹവും ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ വിവാഹ വാർഷികത്തോടുള്ള ബന്ധത്തിൽ ദൈവം ധാരാളമായി അവരെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൈവം ആയുസ്സും ആരോഗ്യവും സൗഖ്യമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ. Happy wedding anniversary, Rajan and Ponnamma. നാളെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 40 വർഷം തികയാണല്ലോ. ഈ 40 വർഷത്തിനോടിടയ്ക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ധാരാളം
ഞാൻ ഓർക്കുകയായിരുന്നു, എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഓർക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള തമാശയോ കാര്യങ്ങളോ ഒന്നും ഓർമ്മയില്ല. ദൈവം കാര്യങ്ങൾ നടത്തട്ടെ. അനുഗ്രഹം ഉണ്ടാകട്ടെ. Papa and Mommy, we love you so much, and thank you for taking care of us. Thank you. Hello, Papa and Mommy. Happy wedding anniversary. And praising God for His faithfulness, for allowing you to complete 40 years of blessed married life. Thank you for your care and love for us, all of us. And we pray that God would grant you many more years for both of you together. And we are praying for you. Thank you. There are so many things going back to the past for I've been with Papa and Mummy for such a long time, so many memories down the lane, but right now I would just like to think about a few things that comes into my mind. It's about their love for God and love for God's children, and their lives, your lives have been a good example to us as children. And we thank you, we thank God for everything that as a family that we could be involved into, and we thank you for taking care of us and bringing us up in God's grace each day to know Him, to especially Mummy, she's been a praying mother. I remember when I was a small girl that whenever I used to come to the bedroom for something, I used to always see her praying. There's so many things to learn from their life, and Papa has worked so many years of his life. He's done a lot of things. It was only because of us. We're so happy to be your children, and we love you. Wow. Hi, Mommy, Papa. Happy anniversary. Happy wedding anniversary. 40 years, and we are praising God for that. When we think about your life, you have lived an exemplary life, a simple life. I think a lot of people don't live a simple life, but you lived happily with what you had, and you have given us the best that you can offer to us, and we praise God for that. Papa's cracking jokes in between, and Mummy's Dolby system has been the center of our house, and we praise God for that. We thank you for your faithfulness in teaching us from the Word of God, keeping Christ and the Church as the center of our family life. And thank you for taking care of Ivan also when he was not keeping well. And thank you again, and may we have more anniversaries to celebrate together, and we stay together. Thank you again. Thank you. We love you. Hi, Papa, Mommy. When I think about 40 years, right? I was, of course, not there for your 40 years. But the first thing that comes into my mind is I remember seeing one of your photographs, which I think Papa used to send Mommy while she was in India and Papa was back in Dubai. And Papa had written on the back of that photograph, or on the back of that card, that who can find a virtuous woman, for her price is far above rubies. And I really think that Mummy is a ruby for Papa, and y'all both together has taught me personally a lot of things. Maybe not from a world standpoint, but a lot from the word. Y'all ensured through your life, through your actions, y'all showed me
the importance of learning the Lord's, doing things that are right in the sight of God. And you're really good with respect to hospitality and the way you'll served people. You both give selflessly every time when required, and I've seen a lot of times where you'll have sacrificed your self-own needs for the sake of your children and for the sake of others. And thank you so much for being an amazing example. And I've always wondered how Mummy stayed alone in Bangalore for so many years without Papa, and it really shows the amount of prayer that has worked in both of your lives, and the amount God's faithfulness stands in front. And I'm so grateful that 40 years have gone by filled with so much of goodness and good health and love, joy, because of both of y'all, and the way y'all have raised us up. All the three of us were able to serve the Lord, and I am so happy that I'm part of this family and the way y'all have raised me up. And I'm hoping to see many more years of goodness and love in both of your lives, and that I would be able to be there in that journey. And I love you both so much.